അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏറ്റവും പ്രിയം നിറഞ്ഞ ഈ പരിപാടിയുടെ അധ്യക്ഷ PTP സാജിദ സാഹിബ, അതുപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച റഹ്മാബി ടീച്ചർ, മറ്റ് ജില്ലാ സ്റ്റേറ്റ് നേതാക്കളെ, ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൊറാലിറ്റി ഈസ് ഫ്രീഡം എന്ന ടൈറ്റിലിൽ നാഷണൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മൊറാലിറ്റിയെക്കുറിച്ചും ഫ്രീഡത്തെക്കുറിച്ചും പല പല കോണുകളിൽ നിന്നുള്ള വീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ നമ്മളുടെ കുട്ടികൾ, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ കൂടുതലായിട്ട് ഇടപെടുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയകളാണ് എന്നുള്ളതൊക്കെ ഇവിടെ പറഞ്ഞു വെക്കുകയുണ്ടായി. അതുപോലെ ഇതുപോലെ ഒരു സമയത്ത് ഞാൻ കണ്ടൊരു റീലുണ്ടായിരുന്നു. വൺ മെസ്സേജ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അവർ അമേരിക്കയിലൊക്കെ ഏറ്റവും ഫ്രീഡം കിട്ടിയ ആളുകൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നാട്ടിൽ പൊതു ഇടങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള ഇടങ്ങൾ അവരൊരുക്കി കൊടുക്കും. അപ്പോൾ അവിടെയുള്ള ആളുകളോട്, ലിബറൽ കാഴ്ചപ്പാടുകളോട് കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളോട്, സംശയങ്ങളുള്ള ആളുകളൊക്കെ ഇവരോട് വന്നിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും. ആ സമയത്ത് ഒരു പെണ്ണ് അവർ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതിടയിൽ പറഞ്ഞു, ഇസ്ലാം ഒരു ഫ്രീഡവും പെണ്ണിന് നൽകുന്നില്ല. നമ്മളുടെ ഇപ്പോൾ പറഞ്ഞ ആശയം പോലെ മൈ ബോഡി മൈ ഫ്രീഡം, എൻ്റെ ഫ്രീഡം ഞാൻ ഇപ്പോഴാണ് ആസ്വദിക്കുന്നത് എന്നുള്ള രൂപത്തിലുള്ള ആശയം അവർ സംസാരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുന്നത് അവരോട്, നിങ്ങൾ പറയുന്ന ഈ ഫ്രീഡം നിങ്ങളുടെ ചോയ്സ് ആണ് എന്നുള്ളതിൽ നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കി ഞാൻ എടുത്ത തീരുമാനമാണിത്. അപ്പോൾ അവർ ചോദിച്ച സംഗതി എന്നിട്ടുണ്ടെങ്കിൽ, ഈ ചോയ്സ് നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രാപ്തരാക്കിയ ഒരുപാട് സംഗതികളുണ്ട്. അത് എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ എന്നുള്ളത്? അത് നിങ്ങളുടെ സൊസൈറ്റി ആയിരുന്നു, ലിബറൽവാദികൾ എന്ന് വിളിക്കുന്ന ആളുകൾ ഉണ്ടാക്കി വെച്ച ആശയങ്ങളായിരുന്നു, അവരുണ്ടാക്കി വെച്ച ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നിങ്ങളെ അവരെന്ത് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് ഇതാണ് ലിബറലിസം എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പോൾ അവരൊരു 2 സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, അത് ശരി, അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്ത് നിന്ന സമയത്ത് അപ്പം നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ മനുഷ്യനായ കുറേ ആളുകൾ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഫ്രീഡം ആണെന്ന് വിശ്വസിച്ചുകൊണ്ടും ജീവിക്കുകയും, അതിനപ്പുറം ഞങ്ങൾ എന്ന് പറയുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഞങ്ങൾ അള്ളാഹു ഇവിടെ നേരത്തെ സംസാരിക്കേണ്ടായി, പഠിച്ചോളം നമ്മൾക്ക് തന്നിട്ടുള്ള കാറ്റലോഗ് വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഖുർആനിലൂടെ നമ്മളോട് സംസാരിച്ചിട്ടുള്ള ആ അർത്ഥത്തിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മൊറാലിറ്റി വെച്ച് അതാണ് എൻ്റെ ഫ്രീഡം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നതും രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമല്ലേ? ഒന്നെന്താണ്, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനാണ് നിങ്ങളെങ്ങനെ ജീവിക്കണം എന്ന് പറയുന്നത്. മറ്റേതെന്താണ്, നിന്നെ സൃഷ്ടിച്ച ആളാണ്. അപ്പൊ അവരതിനെ മറുപടി പറയാതെ പോവുകയാണ് ചെയ്തത്. ആ അർത്ഥത്തിൽ നമ്മളുടെ ഇന്നത്തെ പുതിയ തലമുറ മാത്രമല്ല, വലിയതായിട്ടുള്ള ആളുകൾ വരെ ഈ നമ്മളുടെ ഫ്രീഡവുമായി, ലിബറലിസവുമായൊക്കെ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ ചോദ്യങ്ങളോടും കൃത്യമായി അവരിൽ നിന്ന് ഉത്തരം വാങ്ങുന്ന രൂപത്തിൽ, അവരെ ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് ഇസ്ലാമിനെ അവരിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ചിന്തിക്കുന്ന ഒരു കൂട്ടരായിട്ട് നമ്മളും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. ഇവിടെ സംസാരത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൃത്യമായിട്ട് അവർക്കറിയാം എങ്ങനെയാണ് നേരിട്ട് വന്നിട്ട് നിങ്ങൾ എന്താണ് ലിബറലിസ്റ്റുകളാവണം എന്നല്ല പറയുന്നത്, പകരം ഏത് രൂപത്തിലാണ് ഓരോരുത്തരും ചിന്തിക്കുന്നത്, ആ അർത്ഥത്തിൽ അവരെ ഏത് രൂപത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയാണ് അവർ സഞ്ചരിക്കുന്നത്. ആ അർത്ഥത്തിൽ നമ്മളും കൃത്യമായ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്കും വിജയിക്കാൻ കഴിയുക. അല്ലെങ്കിൽ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ സിനിമാ ലോകവും നമ്മളേറ്റവും സംസ്കാരമുള്ള കൂട്ടരെ എന്ന് പറയുന്ന ഫ്രീഡമൊക്കെ ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ ഏറ്റവും സ്ത്രീവിരുദ്ധമായിട്ടുള്ള ഒരുപാട് സംഗതികൾ കേൾക്കുന്നത്. അങ്ങനെയുള്ള സംഗതികൾ നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ കേൾക്കേണ്ട അവസ്ഥകൾ നമ്മൾ വരും. അപ്പൊ കൃത്യമായിട്ട് ഇസ്ലാമിനെ പഠിച്ചുകൊണ്ട് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും കുട്ടികളുമായി
കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യണമെന്ന് പറയുകയാണ്. ഈ ഒരു പരിപാടി നടത്തിയിട്ടുള്ള നമ്മളുടെ ഇസ്ലാം ഇത്രമേൽ സ്ത്രീവിരുദ്ധമാണോ ലിബറൽ സാംസ്കാരിക ഇടങ്ങൾ എന്ന ഈ ചർച്ചാ സംഗമത്തിന് ജിയോയുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതുപോലെ തന്നെ ഇനിയും നല്ല നല്ല പരിപാടികൾ നടത്താൻ ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം കേരളക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.